ഹായ് ഹലോ വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോതേക്ക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദിസ് ഈസ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ ഒരു വളരെ പോപ്പുലറായിട്ടുള്ളൊരു പോം തന്നെയാണ് ദിസ് ഈസ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. മാർഗരറ്റ് ആറ്റ്വുഡിനെ പറ്റി പറയുമ്പോൾ ഇവരൊരു കനേഡിയൻ റൈറ്ററാണ്. കനേഡിയൻ റൈറ്റർ, അതിനോടൊപ്പം തന്നെ വെറും പോംസ് മാത്രമല്ല, ഒരുപാട് നോൺ ഫിക്ഷനും ഇവർ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ചിൽഡ്രൻ ലിറ്ററേച്ചർ എഴുതിയിട്ടുണ്ട്. ഒരു ഇൻവെൻറ്റർ കൂടിയാണ് മാർഗരറ്റ് ആറ്റ്വുഡ്. ഇവരുടെ റൈറ്റിങ്സിലൊക്കെ വരുന്ന മേജർ തീംസ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇവരൊരു ഫെമിനിസ്റ്റ് റൈറ്ററാണ്. അതിനോടൊപ്പം തന്നെ റിലീജിയൻ ആൻഡ് മിത്ത് അവരുടെ തീമായിട്ട് വന്നിട്ടുണ്ട്. പവർ ഓഫ് ലാംഗ്വേജ് ഒരു തീമാണ്. ഇവരൊരു എൻവിറോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ഇവരുടെ തീമായിട്ട് വന്നിട്ടുണ്ട്. പവർ പൊളിറ്റിക്സ്, ഇതെല്ലാം ഇവരുടെ തീമാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദിസ് ഈസ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന പോവാണ്. വളരെ ചെറിയൊരു പോവാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൊരു പോം കൂടിയാണ്. ഈ ഒരു പോത്തിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ, ദാറ്റ് ഈസ് മൈ ഫോട്ടോഗ്രാഫ്, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ പോയറ്റ് ഉപയോഗിച്ചുള്ളത് ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്നുള്ളതാണ്. ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്താ? ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ മേൽ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എൻ ആക്ഷൻ ഈസ് ആക്റ്റഡ് അപ്പോൺ സംതിങ്, ഏതിൻ്റെങ്കിലും മേലെ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അല്ലെങ്കിൽ ആ ക്രിയ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു വസ്തുവായി കണക്കാക്കുക. അതിനെയാണ് ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുക. ഇവിടെ ഒബ്ജക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ഇവിടുത്തെ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ തന്നെയാണ് ഇവിടെ ഒബ്ജക്റ്റ്. ആ സ്പീക്കറുടെ മേലൊരു ഫോട്ടോഗ്രാഫ്, അത് ആരിലാണ്? നമ്മുടെ സ്പീക്കറിൻ്റെ തന്നെ ഫോട്ടോഗ്രാഫ്, അത് വേറൊരാൾ എടുക്കുകയാണ്. അപ്പോൾ അതാണ് ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. ഇങ്ങനെ ഈ ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം താഴത്തെ ലൈൻസ് മുഴുവൻ നമുക്ക് വായിക്കുമ്പോൾ, ഈ ഒരു പോം മൊത്തം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The first stanza, it was taken some time ago. At first it seems to be a smeared print, blurred lines and grey flecks blended with the paper. ഇത് കുറച്ച് നാൾക്ക് മുൻപ് എടുത്തതാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ലിറ്ററൽ മീനിങ് മാത്രം, എന്താണോ ഇതിലുള്ള മീനിങ് അത് പറയാം. അതിനുശേഷം ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് പോകും. ഇറ്റ് വാസ് ടേക്കൻ സം ടൈം ago. ഇത് കുറച്ച് നാൾക്ക് മുൻപ് എടുത്തിട്ടുള്ളതാണ്. അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംസ് ടു ബി എ സ്മിയേർഡ് പ്രിൻറ്റ്. നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ ഇത് വെറും ഒരു സ്മിയേർഡ് പ്രിൻ്റായിട്ട്, അൺക്ലിയർഡ് ആയിട്ടുള്ളൊരു പ്രിൻ്റായിട്ടേ നമുക്ക് തോന്നുള്ളൂ. തോന്നുക കുറച്ച് ബ്ലേഡ് ലൈൻസ് ഉണ്ട്, കുറച്ച് ഗ്രേ ഫ്ലെക്സ് ഉണ്ട്. അതൊക്കെ കൂടെ ആ ഒരു പേപ്പറിൽ ഇഴുകി ചേർന്നിരിക്കുകയാണ്, ബ്ലെൻഡഡ് വിത്ത് ദ പേപ്പർ. അതാണ് പറയുന്നത്. എന്താ പറയുന്നത്? കുറേ ബ്ലേഡ് ലൈൻസ്, കുറേ ഗ്രേ ഫ്ലെക്സ് ഒക്കെ ഉള്ള ഒരു പഴയൊരു ഫോട്ടോഗ്രാഫാണത്. എത്രയോ മുൻപ് എടുത്തിട്ടുള്ളതാണ്, ക്ലിയർ അല്ല, ബ്ലെൻഡഡ് വിത്ത് പേപ്പർ. ഇതിനെ നമ്മൾ വേറൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഫോട്ടോഗ്രാഫാണ്. ആരുടെ ഫോട്ടോഗ്രാഫാണ്? ഇവിടെ പറയുന്ന സ്പീക്കറുടെ ഫോട്ടോഗ്രാഫാണെന്ന് പറയുന്നു. അത് കുറച്ച് നാൾക്ക് മുൻപ് എടുത്തില്ല. എന്തിനാണ് ഫോട്ടോഗ്രാഫ് നമ്മൾ എടുക്കുക? ഫോട്ടോസൊക്കെ എടുക്കുക എന്തിനാ? നമ്മുടെ മെമ്മറിക്ക് വേണ്ടി അല്ലേ? നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ഓർമ്മ വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കുക. ഇവിടെ അതൊരു പക്ഷേ ഹിസ്റ്ററി, അതായത് പാസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അവളുടെ പാസ്റ്റ് എവിടെ എഴുതിയിരിക്കുകയാണ്? ഈ പേപ്പറിലുണ്ട്. പേപ്പറിൽ എന്താണ്? ബ്ലെൻഡഡ് വിത്ത് ദ പേപ്പർ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദാറ്റ് പേപ്പർ. ആ പേപ്പറിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്? അവളല്ല അത് റെക്കോർഡ് ചെയ്ത്, സംവൺ എൽസ്. അവളല്ലാതെ വേറെ ആരോ എഴുതിയതാണ്, അവൾ എഴുതിയതല്ല. അപ്പോൾ അവളുടെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ട്. സെൽഫി ഇല്ല ആ സമയത്ത്. എന്തെടുത്തിട്ടുണ്ട്? ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ട്. അവളുടെ ഫോട്ടോഗ്രാഫാണ്, വേറെ ആരോ എടുത്തിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് നോട്ട് ക്ലിയർ. അവളല്ല ആക്ച്വലി അത്. അവളെന്താണെന്ന് അതിൽ ക്ലിയർ ആയിട്ടില്ല, ക്ലാരിറ്റി ഇല്ല. അവളുടെ ഐഡൻറ്റിറ്റി അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. Then അടുത്ത stanza, then as you scan it, you can see something in the left hand corner. I think that is like a branch, part of a tree, balsam or spruce, emerging, and to the right, halfway up, what out to be a gentle slope, a small frame house. Then ഇതിൽ ഇനി എന്താണ് ആ ഫോട്ടോഗ്രാഫിൽ കാണാൻ കഴിയും? നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലേഡ് ലൈൻസും കുറച്ച് ഗ്രേ ഫ്ലെക്സും മാത്രമേ കാണുന്നുള്ളൂ, പഴയ ഫോട്ടോഗ്രാഫാണെന്ന്. ആ ഫോട്ടോഗ്രാഫിൽ കാണുന്ന കുറേ കാര്യങ്ങൾ പറയുന്നു. എന്താ കാണുന്നത്? ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ ഒരു ബ്രാഞ്ച് ലൈക്ക് സംതിങ് എന്തോ എമർജ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡ് കോർണറിലാണെങ്കിൽ ഒരു ഫ്രെയിം ഹൗസിൻ്റെ ഒരു ക്രിയേറ്റ് പിക്ചറുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഇമേജാണ് ആ ഒരു ഫോട്ടോഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ കാണാൻ കഴിയുന്നത് അത് മാത്രമാണ്. സോ ഇതിന് വേറൊരു മീനിങ് എടുക്കുകയാണെങ്കിൽ, ആ ഫോട്ടോഗ്രാഫ് അവളുടെ ഫോട്ടോഗ്രാഫാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ അവളുടെ ഫോട്ടോഗ്രാഫ് അല്ല കൂടുതലായിട്ട് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രീ ലൈക്ക് ബ്രാഞ്ച് ലൈക്ക് സംതിങ് ഇങ്ങനെ എമർജ് ചെയ്ത് വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു ഫ്രെയിം ഹൗസും കാണുന്നുണ്ട്.
ഇതിനർത്ഥം അത് എമർജ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പോലും അറിയുന്നില്ല. ഈ പുഷ്പിക്കാനിരിക്കുക എന്നൊക്കെ പറയില്ലേ, പുറത്തേക്ക്, അതായത് സ്ത്രീകൾ അന്നത്തെ കാലത്ത് പുറത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല, പുറത്ത് പോയിട്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും വീടിനുള്ളിലായിരുന്നു. അപ്പോൾ എ ക്ലിയർ പിക്ചർ ഓഫ് ഹൗസ് ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നോക്കുമ്പോൾ അവിടെ ഒരു പാർട്ട് ഓഫ് എ ട്രീ ലൈക്ക് ബ്രാഞ്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എമർജ് ചെയ്യുന്നുണ്ട്. അത് എമർജ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അവിടെ എന്തോന്ന് പൂവിടാൻ വേണ്ടി അല്ലെങ്കിൽ മൊട്ടിടാൻ വേണ്ടി നാമ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അല്ല. ഇവിടെ കാണിക്കുന്നത് സ്റ്റാറ്റസ് ഓഫ് എ വിമൻ ഓൺ ദാറ്റ് ടൈം. ആ സമയത്തിൽ അവളുടെ സമയത്തുണ്ടായിരുന്ന വുമൻ്റെ സ്റ്റാറ്റസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഹൗസിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ ഓഫ് ഹൗസ് ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു എപ്പോഴും എന്താവണം, വുമൻ ഓൾവേസ് നീഡ്സ് ടു ബി ഇൻസൈഡ് ദ ഹോം, എപ്പോഴും ഉള്ളിലായിരിക്കണം, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ആ ഒരു പിക്ചർ ഇവിടെ കൊണ്ടുവരികയാണ്. In the background there is a lake and beyond that some low hills. അതുപോലെ പിന്നെ കാണുന്നൊരു പിക്ചറാണ്. പിന്നിൽ ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തലത്തിൽ അവിടെ എന്തുണ്ട്, ഒരു ലേക്ക് ഉണ്ട്. ബിയോണ്ട് ദാറ്റ് സം ലോ ഹിൽസ്, അതിൻ്റെ പിന്നിലായിട്ട് കുറച്ച് ലോ ഹിൽസും മിക്ക ഫോട്ടോഗ്രാഫ്സിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഐറണി വരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലേക്ക് ഉണ്ട്. ഈ ലേക്കാണ് ഇവിടെ പറയുന്ന സൊസൈറ്റി. ഈ ലേക്കാണ് സൊസൈറ്റി. ആൻഡ് ബിയോണ്ട് ദാറ്റ് സം ലോ ഹിൽസ്, അതിൻ്റെ പിറകിലായിട്ട് കുറച്ച് ലോ ഹിൽസ് ഒക്കെ ഉണ്ട്. അതുകൂടെയൊക്കെ താണ്ടി വരികയാണ് ഈ സൊസൈറ്റി. ആ ലോ ഹിൽസ് കാണിക്കുന്നത് പാസ്റ്റാണ്. പാസ്റ്റിൽ ഈ ഹിൽസിലൂടെയൊക്കെ താണ്ടി ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാണ് ഈ ലേക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ടുള്ളത്. ആ ലേക്കാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദ ഫോട്ടോഗ്രാഫ് വാസ് ടേക്കൺ ദ ഡേ ആഫ്റ്റർ ഐ ഡ്രൗണ്ട്. ഞാൻ ഈ ലേക്കിൽ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മുങ്ങിയതിന് ശേഷമാണ് ഈ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറയുന്ന സ്പീക്കർ ഈ ഒരു ലേക്കിൻ്റെ ഉള്ളിലുണ്ട്. ലേക്ക് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയാന്ന് പറഞ്ഞു. ഈ സൊസൈറ്റിയുടെ ഉള്ളിൽ ആരുണ്ട്? ഇപ്പോൾ നമ്മുടെ ആറ്റ്വുഡ് ഉണ്ട്. അപ്പോൾ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആ വാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു എൻറ്റിറ്റിയുടെ സംതിങ് അതിനുള്ളിൽ എന്തുണ്ട്? നമ്മുടെ മാർഗരറ്റ് ആറ്റ്വുഡ്, ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് എന്തോ ആയിക്കോട്ടെ, അവരതിനുള്ളിലുണ്ട്, ആ ഒരു ലേക്കിൻ്റെ ഉള്ളിലുണ്ട്. അതിപ്പോൾ അവർ മുങ്ങി മരിച്ചതിന് ശേഷമാണ് ഈ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലേക്കിൻ്റെ ഉള്ളിൽ, ആ സൊസൈറ്റിയുടെ ഉള്ളിൽ ആരുണ്ട്? ആറ്റ്വുഡ് ഉണ്ട്. ഐ ആം ഇൻ ദ ലേക്ക് ഇൻ ദ സെൻറ്റർ ഓഫ് ദ പിക്ചർ ജസ്റ്റ് അണ്ടർ ദ സർഫസ്. അതാ അതിൻ്റെ അടിയിൽ ആരുണ്ട്? ഞാനുണ്ട്. ആ അടിയിൽ എന്നെ കാണാൻ കഴിയുന്നുണ്ട്, ഞാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സേ വേർ പ്രിസൈസ്ലി ഓർ ടു സേ ഹൗ ലാർജ് or how small I am. The effect of water on light is a distortion. ഇവിടെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഡിഫിക്കൽട്ടായിരിക്കും ടു ഫൈൻഡ് മീ, എന്നെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടുപിടിക്കാൻ മാത്രമല്ല, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സേ ഹൗ ലാർജ് ഓർ ഹൗ സ്മോൾ ഐ ആം, എത്ര ചെറുതാണ് ഞാനെന്നോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് അളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ, ആ സ്ത്രീക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് വലിയ കഴിവാണോ അല്ലെങ്കിൽ ചെറിയ കഴിവാണോ, ആ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ആ ഒരു സൊസൈറ്റിയുടെ ഉള്ളിൽ ആർക്കും കഴിയില്ലായിരുന്നു ഒരു കാലത്ത്, അത് അവൾ സ്ത്രീ ആയതുകൊണ്ട് മാത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് മീ അല്ലെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് മൈ ടാലൻറ്റ്, എൻ്റെ ടാലൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഓഫ് ദ എഫക്റ്റ് ഓഫ് വാട്ടർ ഓൺ ലൈറ്റ് ഈസ് എ ഡിസ്റ്റോഷൻ. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ എഫക്റ്റ് ഓഫ് വാട്ടർ, ബിക്കോസ് ഓഫ് ലോ ഓഫ് വാട്ടർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ളിൽ അതെങ്ങനെയാണ്, അത് എത്ര വലുപ്പമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത് ഓളം തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓളം തട്ട് മാത്രമല്ല, അതിക്ക് ഈ ലൈറ്റ് പോകുന്ന സമയത്ത് ആ ലൈറ്റിനെ കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു സംഭവത്തിന് എത്ര വലുപ്പമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പെൻസിലൊക്കെ ഉണ്ടാവില്ലേ, ഉള്ളിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം വരുന്നത് ബിക്കോസ് ഓഫ് ദ ഇൻ്റർഫറൻസ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുന്നത്, അതേപോലെ എന്നെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെ പറയുന്നത് ദ എഫക്റ്റ് ഓഫ് സൊസൈറ്റി, എങ്ങനെയാണ് സൊസൈറ്റി സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ടാലൻറ്റിനെ അന്ന് കൺസിഡർ ചെയ്തിരുന്നത്, അവരെ കാറ്റർ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഒരു ലൈൻസിൽ അവർ കാണിക്കുന്നത്. ദെൻ ലാസ്റ്റ് ലൈനിൽ വരുന്നു, ബട്ട് ഇഫ് യു ലുക്ക് ലോങ് ഇനഫ് ഇവൻച്വലി യു വിൽ സീ മീ. പക്ഷേ നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നെ നോക്കുകയാണെങ്കിൽ, നന്നായി നോക്കുകയാണെങ്കിൽ, യു കുഡ് ഫൈൻഡ് ഔട്ട് മീ, എന്നെ എന്ത് ചെയ്യാൻ പറ്റും, എന്നെ മനസ്സിലാക്കാൻ കഴിയും. യു കുഡ് സീ മീ, എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയും.
ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോമാണ്. ഇതിൽ പറയുന്നത് ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. എന്താണ് മാർഗരറ്റ് ആറ്റ്വുഡ്, എന്താണ് ആ ഒരു സൊസൈറ്റിയിലുണ്ടായിരുന്ന വുമൻ്റെ കണ്ടീഷൻ എന്നുള്ളതാണ് ഇവിടെ മാർഗരറ്റ് ആറ്റ്വുഡ് നമുക്ക് മുൻപിൽ ഈ ഒരു കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. So all about this poem. Thank you. We'll meet in next video.